എന്താണ് സ്വാതന്ത്ര്യം? 1947 ആഗസ്റ്റ് 15 അർദ്ധരാത്രി നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ഇന്നിതാ നമ്മുടെ പൂർവികർ നമുക്ക് തന്നിട്ടുള്ള രക്തസാക്ഷികൾ വഹിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയില്ല ഈ സ്വാതന്ത്ര്യം ഇന്നിതാ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാന കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പുവരുത്തുന്ന ആശുപത്രികളും അതിനോടൊപ്പം തന്നെ എല്ലാ ഹെൽത്ത് സെന്ററുകളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. അതിന് തൊട്ടടുത്തുള്ള മയ്യഴിയിൽ നമ്മൾ നോക്കണം. ഇവിടെ നോക്കുകുത്തിയായിട്ട് ഇവിടെ ട്രോമ കെയർ സംവിധാനം, അവിടെ ഒരു സംവിധാനവും ഇല്ലാതെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ മയ്യഴി പ്രദേശത്തുള്ള ഒരാൾക്ക് ചികിത്സക്ക് വേണ്ടിയിട്ട് അലഞ്ഞു തിരിയേണ്ട അവസ്ഥ. മാഹിയിലുള്ള ആളുകൾ ഇതാ ജനറൽ ആശുപത്രികളിൽ ഒരു സൗകര്യവും ഇല്ല. നമുക്ക് സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. നമ്മുടെ നാടിനെ മണിപ്പൂരാകാൻ വേണ്ടി നമ്മൾ മുന്നോട്ടേക്ക് വരില്ല. ഞങ്ങളുടെ നാടിനെ ഒരിക്കലും ഇതാ ഗുജറാത്താക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ശക്തമായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഒരിക്കലും നമ്മുടെ രാജ്യത്തിന് ഇതാ യൗവനം ഈ രാജ്യത്തുള്ളിടത്തോളം കാലം നമ്മളിതാ ഞങ്ങൾ സമ്മതിക്കില്ല ഈ രാജ്യത്തിനെ ഒരു മതരാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ട്. ഈ രാജ്യത്തിനകത്ത് ഓരോ വിഭാഗം ജനങ്ങളും, സ്ത്രീകളും കുട്ടികളും കർഷകരും ഉൾപ്പെടെയുള്ള ആളുകൾ ദിനം പ്രതി സമരം ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർക്ക് ജീവിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിലേക്ക് മുന്നോട്ടേക്ക് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അങ്ങനെയാണ് ഡിവൈഎഫ്ഐ ഈ കാലഘട്ടത്തിൽ, വർത്തമാന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന് പറഞ്ഞ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇതാ നമ്മുടെ ഈ നമ്മൾ ജീവിക്കുന്ന പ്രദേശമായിട്ടുള്ള മയ്യയിലെ വിഷയങ്ങളെ പറ്റി എനിക്ക് മുന്നേ സംസാരിച്ച സഖാവ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ വേണ്ടി പറ്റണം. ഇതാ മറ്റൊരു സ്ഥലത്തും